നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കുതിരക്കച്ചവടവും കൂറുമാറ്റവും. ഹിമാചൽ പ്രദേശിൽ വേണ്ടത്ര MLA മാർ ഇല്ലാതിരുന്നിട്ടും BJP സ്ഥാനാർത്ഥി ഹർഷ് മഹാജൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അഭിഷേക് സിംഗ്വി ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. 6 കോൺഗ്രസ് MLA മാർ ക്രോസ് വോട്ട് ചെയ്തു. 3 സ്വതന്ത്രരും BJPയെ പിന്തുണച്ചു. ഇരു സ്ഥാനാർത്ഥികൾക്ക് 34 വോട്ടുകൾ വീതം ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ പ്രഖ്യാപിച്ചത്. ഇതോടെ സുഖീന്ദർ സിംഗ് സുഖു സർക്കാരിന്റെ ഭാവി തുലാസിലായി. ക്രോസ് വോട്ട് ചെയ്ത 6 MLA മാർ ഹരിയാനയിലേക്ക് പോയി. MLA മാരെ BJP തട്ടിക്കൊണ്ടുപോയി എന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇന്നലെ തനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്തവർ ഇന്ന് BJPക്കൊപ്പം ചേർന്നത് അത്യന്തം ദൗർഭാഗ്യകരമെന്ന് അഭിഷേക് സിംഗ്വി പ്രതികരിച്ചു. The 9 persons, because they've taught me a lot about human nature, its fickleness or its resoluteness. They've taught us a lot because they supped with us. In the biblical terms, it's called supping with us. Dinner, drinks and photography till 11 o'clock last night. And 3 of them had breakfast with us, or 2 of them had breakfast with us. So I think we are bad judges of human character. They are obviously better judges of human character. കർണാടകയിൽ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികളും വിജയിച്ചു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി MLA മാർ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ UPയിൽ പുരോഗമിക്കുകയാണ്. അതേസമയം മഹാരാഷ്ട്രയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബസവരാജ് പട്ടേൽ BJPയിൽ ചേർന്നു. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായിരുന്നു ബസവരാജ് പട്ടേൽ. ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഹിമാചലിൽ സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് BJP. അവിടെ ബജറ്റ് സമ്മേളനം നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. വിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാനൊക്കെ ഒരുങ്ങുന്നുണ്ട്. എന്താണ് നടന്നത് അവിടെ? അപ്രതീക്ഷിത തിരിച്ചടി, ഈ നാടകീയ നീക്കങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു. വിജയകുമാർ, അത്യധികം നാടകീയമായ നീക്കങ്ങളാണ് 3 സംസ്ഥാനങ്ങളിലായി 15 സീറ്റുകളിലേക്ക് നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിനിടെ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഉത്തർപ്രദേശിലെ വോട്ടെണ്ണലും പൂർത്തിയായിരിക്കുന്നു. ഉത്തർപ്രദേശിൽ BJPയുടെ 8 സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ 2 പേർ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത് 3 സ്ഥാനാർത്ഥികളിൽ എന്നുള്ളതാണ്. 3 വോട്ടുകളുടെ കുറവ് മാത്രമായിരുന്നു സമാജ്വാദി പാർട്ടിക്ക് മൂന്നാമത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഉണ്ടായിരുന്നത് എങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ 7 വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതേസമയം ഏറ്റവും നാടകീയ നീക്കങ്ങൾ നടന്നത് ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഹിമാചൽ പ്രദേശിൽ 40 MLA മാർ കോൺഗ്രസിനുണ്ട്, 25 MLA മാർ മാത്രമാണ് BJPക്ക് ഉള്ളത്. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 2 സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചത് 34 വോട്ടുകളാണ്. കോൺഗ്രസിന്റെ 6 അംഗങ്ങൾ അടക്കം 9 പേർ ക്രോസ് വോട്ട് ചെയ്ത സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 9 പേർ BJP സ്ഥാനാർത്ഥിക്ക് ക്രോസ് വോട്ട് ചെയ്തതോടെയാണ് നാടകീയമായ ഒരു സാഹചര്യത്തിന് ഇടയാക്കിയത്. 35 വോട്ടുകളാണ് വിജയിക്കാൻ വേണ്ടത്. തുടർന്ന് അത് ലോട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. നറുക്കെടുപ്പിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചതായുള്ള പ്രഖ്യാപനം വരുന്നു. കോൺഗ്രസ് തോൽവി അംഗീകരിക്കുന്നു. കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി യാണ് ദൗർഭാഗ്യകരമെന്ന സാഹചര്യത്തെ വിശദീകരിക്കുകയും ഈ സംഭവത്തെക്കുറിച്ച് നിയമപരമായി പരിശോധിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി പോലും തന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്തവരാണ് ഒറ്റ ദിവസം കൊണ്ട് മാറ്റമുണ്ടായിരിക്കുന്നത്. അതിന് പിന്നിലുള്ള കാരണം എന്ത് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. വിഷയത്തിൽ മനുഷ്യരുടെ ധാർമ്മികത, ഒപ്പം തന്നെ സ്വഭാവമാറ്റത്തെ തന്നെ കുറിച്ച് പഠിപ്പിക്കാൻ അവർ തന്നെ സഹായിച്ചു എന്നും അവരോടടക്കം കോൺഗ്രസ് നേതൃത്വത്തോട് അടക്കം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതേസമയം വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പായി കോൺഗ്രസിന്റെ 6 പേരടക്കമുള്ള 9 പേരെ ഹരിയാനയിലെ പഞ്ച്കുളയിലേക്ക് അവശേഷിക്കുന്ന ചോദ്യം, ഇപ്പോൾ അഭിഷേക് സിംഗ്വി പരാജയപ്പെട്ടു, BJP തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി അവശേഷിക്കുന്ന ചോദ്യം, ഈ മേഖലയിൽ ആകെ കോൺഗ്രസിന് ഒരു സർക്കാരുള്ളത് ഹിമാചലിലാണ്. അത് കൃത്യമായ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന സർക്കാരാണ്. ഇതാ ഈ നിമിഷം മുതൽ അത് ന്യൂനപക്ഷ സർക്കാരായി മാറുന്നു. ജയറാം താക്കൂർ BJP നേതാവ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇതൊരു മൈനോറിറ്റി ഗവൺമെൻറ്റായി പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ട് പോകുക അസാധ്യമാണ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാർ രാജിവെച്ചേക്കും എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ, അല്ലേ?
വിജയകുമാർ, BJP സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ തന്നെ അതിനുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കും. എന്നാൽ ഇത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിലെ ഇവരുടെ വോട്ട് രേഖപ്പെടുത്തൽ മാത്രമാണ്. നിലവിൽ കോൺഗ്രസിന് 40 അംഗങ്ങൾ ഉണ്ട്. അതിൽ 6 പേരാണ് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തത്. എന്നാൽ അവിശ്വാസ പ്രമേയത്തിൽ അവർ ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വ്യക്തമല്ല. വോട്ടെണ്ണൽ പൂർത്തിയാക്കി വിജയിയെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഈ പഞ്ച്കുളയിൽ നിന്നുള്ള ഈ 6 പേരും ഷിംലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്നുള്ളത്. എന്തായാലും സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിന്റെ ഭാവി അത് ചോദ്യചിഹ്നത്തിൽ തന്നെയാണ്. അതിൽ വ്യക്തമാകേണ്ടത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്ത 6 MLA-മാർ അവർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. BJPക്ക് അനുകൂലമായി നീങ്ങുകയാണെങ്കിൽ കൂറുമാറ്റം അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. വീണ്ടും സങ്കീർണമായ ഒരു സാഹചര്യങ്ങളിലേക്ക് ഹിമാചൽ രാഷ്ട്രീയം പോകുമെന്ന് ഉറപ്പാണ്. എന്തായാലും സർക്കാരിന്റെ ഭാവിയെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നിരിക്കുന്നു. ഈ MLA-മാർ തിരിച്ചെത്തി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാണ്. അതേസമയം കർണാടകയിലാകട്ടെ കോൺഗ്രസിന്റെ 3 പേരും വിജയിച്ചിരിക്കുന്നു. BJPയുടെ ഒരാളും വിജയിച്ചിരിക്കുന്നു. BJPയുടെയും JDS-ന്റെയും സംയുക്ത സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിന് അനുകൂലമായി കർണാടകയിൽ ഒരു BJP MLA-യുടെ വോട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതടക്കമുള്ള 4 വോട്ടുകളാണ് കോൺഗ്രസിന് അധികമായി കർണാടകയിലും ലഭിച്ചിരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലും വ്യാപകമായി രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. വിജയകുമാർ. യെസ് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അവിടെ മുഴുവൻ സ്ഥാനാർത്ഥികളെ BJP പ്ലേസ് ചെയ്ത മുഴുവൻ സ്ഥാനാർത്ഥികളെയും അവർക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിവരമാണ് വരുന്നത്. സമാജ്വാദി പാർട്ടിയുടെ വോട്ട് അവിടെ BJP പക്ഷത്തേക്ക് പോയിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിക്ക് 2 പേരെ ജയിപ്പിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന വിവരം വരുന്നുണ്ട്. വൈകിയാണ് UP-യിലെ വോട്ടെണ്ണൽ പൂർത്തിയായത്. എന്തായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അത്യന്തം നാടകീയ നീക്കങ്ങളാണ് കർണാടകയിലും ഉത്തർപ്രദേശിലും ഹിമാചലിലും നടന്നത്. ഹിമാചലിൽ അത് സർക്കാരിൻ്റെ തകർച്ചയ്ക്ക് വഴിവെച്ചേക്കുമെന്നതാണ് പുതിയ വിവരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഗഗൻയാൻ നയിക്കാൻ മലയാളി. പാലക്കാട് സ്വദേശിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തലവൻ. തിരുവനന്തപുരം VSSCയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 അംഗ സംഘത്തെ രാജ്യത്തിന് പരിചയപ്പെടുത്തി. 140 കോടി ജനങ്ങളെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യമെന്ന് നിറഞ്ഞ കരഘോഷങ്ങൾക്കിടെ പ്രധാനമന്ത്രി പറഞ്ഞു. VSSCയിൽ 1800 കോടിയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഈ 4 അംഗ സംഘമാണ് രാകേഷ് ശർമ്മയ്ക്കൊപ്പം ത്രിവർണ പതാകയുമായി ബഹിരാകാശത്തേക്ക് പറക്കുന്ന ഭാരതീയർ. പ്രശാന്ത് B നായർ, അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻഷു ശുക്ല. സംഘത്തെ നയിക്കുന്നത് മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് B നായർ. 2019 മുതൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ കഠിന പരിശീലനത്തിലായിരുന്ന സംഘത്തെ പരിചയപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഭിമാനകരമായ നിമിഷമാണിതെന്നും പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും പേരുകൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ യാത്രികരുടെ മുന്നിൽ ഇനിയും ഏറെ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ടെന്നും സെൽഫിയും ഓട്ടോഗ്രാഫുമായി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പുതുതായി സ്ഥാപിച്ച ട്രൈസോണിക് വിൻഡു ടണൽ, ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ പൂർത്തിയാക്കിയ PSLV-ക്കുള്ള ഇന്റഗ്രേഷൻ ഫെസിലിറ്റി സെന്റർ, തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിൽ സജ്ജീകരിച്ച സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിനുകൾക്കുള്ള സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി സെന്റർ എന്നിവ ISROയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് കരുത്താകും. അടുത്ത വർഷം അവസാനത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ഇസ്രോയുടെ ശ്രമം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കുതിക്കാൻ ഒരുങ്ങുന്ന 4 അംഗ സംഘത്തെ അറിഞ്ഞതു മുതൽ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് പാലക്കാട് നെന്മാറ ഗ്രാമം. നാട്ടുകാരനായ പ്രശാന്ത് B നായർ സംഘത്തലവനായതിലെ ആഹ്ലാദം നെന്മാറ പഴയ ഗ്രാമത്തിലെ ആളുകൾക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി ജോലി ചെയ്യുകയാണ് പ്രശാന്ത് തിരികെ എത്തുമ്പോൾ വലിയ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രികരുടെ പേരുകൾ പുറത്തുവരുമ്പോൾ വേലകളുടെ നാടായ നെന്മാറ അഭിമാനത്തിന്റെ പരകോടിയിൽ. ബഹിരാകാശ യാത്രാ സംഘത്തിന്റെ തലവൻ നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ വ്യോമസേനയിൽ സ്ക്വാഡ് ലീഡർ റാങ്കിലുള്ള ഓഫീസറാണ്. നിലവിൽ സുഖോയ് 30 MKI എന്ന ഇന്ത്യയുടെ മുൻനിര ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റ്.
2020 ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി പ്രശാന്ത് അടക്കം 4 പേരെയും തിരഞ്ഞെടുത്തത്. തുടർന്ന് റഷ്യയിലെ ഗഗാറിൻ കോസ്മോനോട്ട് സെന്ററിൽ അടിസ്ഥാന പരിശീലനത്തിന് അയച്ചു. തിരിച്ചെത്തിയതിനു ശേഷം ബംഗളൂരു കേന്ദ്രമാക്കി പരിശീലനം തുടരുകയാണ്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനത്തിനിടയിലാണ് പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നത്. 1998 സ്ക്വാഡ് ഓഫ് ഹോണർ US എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ 1ാം റാങ്ക് തുടങ്ങിയ നേട്ടങ്ങളോടെയാണ് 1999 സേനയുടെ ഭാഗമായത്. വിളമ്പിൽ ബാലകൃഷ്ണന്റെയും കൂളങ്ങാട്ട് പ്രമീളയുടെയും മകനാണ് പ്രശാന്ത്. കൺമുന്നിൽ കളിച്ചു വളർന്ന കൊച്ചുബാലൻ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ ദൗത്യത്തിന്റെ തലവനായി ഉയരുമ്പോൾ അയൽവാസികളുടെയും നാട്ടുകാരുടെയും ആഹ്ലാദം ബഹിരാകാശത്തോളമാണ്. ദൗത്യം ജയിച്ചു വരുന്ന പ്രശാന്തിനെ സ്വീകരിക്കാൻ നാട്ടുകാർ ഇപ്പോഴേ ശ്രമം തുടങ്ങി. 24 പാലക്കാട്. ഗഗൻയാൻ സംഘത്തലവൻ പ്രശാന്ത് ബി നായരുമായി വിവാഹം കഴിഞ്ഞെന്ന് വെളിപ്പെടുത്തി നടി ലെന. ജനുവരി 17 വിവാഹം നടന്നത്. ബഹിരാകാശ യാത്ര ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം വിവാഹകാര്യം പങ്കുവയ്ക്കാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് ലെന സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ISRO ചെയർമാൻ S സോമനാഥിനൊപ്പം ഗഗൻയാൻ പ്രഖ്യാപന വേദിയിൽ ഇരുവരും നിൽക്കുന്നതിന്റെ ചിത്രങ്ങളും ലെന പുറത്തുവിട്ടു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇടതു ചിത്രം തെളിഞ്ഞു. സംസ്ഥാനത്ത് CPIM മത്സരിക്കുന്ന 15 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒരു മന്ത്രി ഉൾപ്പെടെ 4 സിറ്റിംഗ് MLAമാർ മത്സരത്തിനിറങ്ങും. പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗത്തെയും കണ്ണൂരിലും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരെയുമാണ് CPIM രംഗത്തിറക്കിയത്. 15 സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറിയും MLAയുമായ V ജോയി, കൊല്ലത്ത് M മുകേഷ് MLA, പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക് എന്നിവർ മത്സരിക്കും. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് തന്നെ, ഇടുക്കിയിൽ ജോയ്സ് ജോർജിന് 3ാം അംഗം, എറണാകുളത്ത് പുതുമുഖം KJ ഷൈൻ, ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥാണ് മത്സരിക്കുക. ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി K രാധാകൃഷ്ണൻ ഇറങ്ങും. പാലക്കാട് PB അംഗം A വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസ LDFന് വേണ്ടി മത്സരിക്കും. KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം ഇങ്ങനെ: KS ഹംസ അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. സമസ്തയൊന്നുമില്ല, അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ടല്ല, എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ്. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും കോഴിക്കോട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും മത്സരിക്കും. വടകരയിൽ K മുരളീധരനെ KK ശൈലജ നേരിടും. കണ്ണൂരിലും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരായ MV ജയരാജനും MV ബാലകൃഷ്ണനും മത്സരിക്കും. സാമാന്യ മര്യാദയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കരുതെന്ന് MV ഗോവിന്ദൻ. BJPയെ തോൽപ്പിക്കുക എന്നുള്ള കേന്ദ്ര മുദ്രാവാക്യം വന്നാൽ അത് ഹിന്ദി ബെൽറ്റിൽ തന്നെയാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത്. കേരളത്തിലല്ലല്ലോ. കേരളത്തിൽ BJP ഒന്നും ജയിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു സീറ്റും BJPക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ കേരള രാഷ്ട്രീയത്തിലില്ല. മാർച്ച് 10-നകം എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയാക്കും. 24 തിരുവനന്തപുരം. ഉറച്ച വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥികൾ. 2019-ലുണ്ടായ തിരിച്ചടി ഇത്തവണ മറികടക്കുമെന്ന് സ്ഥാനാർത്ഥികൾ പറയുന്നു. പ്രതികരണങ്ങളിലേക്ക് ഇനി. ജനങ്ങളാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കുക. അപ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം അവിടെയുള്ളത്. നമ്മൾ 2004 കണ്ടൊരു ചിത്രമുണ്ട്. അതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പം എന്നുള്ള ഒരു സംഭവമില്ല. 100% വിജയ പ്രതീക്ഷയുണ്ട്. പിടിച്ചെടുക്കാനല്ലാതെ പിന്നെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് വിടാൻ ആരെങ്കിലും ചെയ്യുമോ? ചാലക്കുടിയിൽ വലിയ പ്രതീക്ഷയുണ്ട്. ചാലക്കുടിയിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ പ്രതീക്ഷ മാത്രമല്ല, ആത്മവിശ്വാസമാണ് പ്രധാനം. കാരണം ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വികാരം കൃത്യമായിട്ട് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് വലിയൊരു സമരത്തെയാണ് മുന്നിൽ കാണുന്നത്. ഈ ജനകീയ സമരത്തിൽ എല്ലാവിധ സർവശക്തിയും ഉപയോഗിച്ച് പോരാടുക തന്നെ ചെയ്യും. ഒരുപാട് വികസന സാധ്യതയുള്ള ഈ നിയോജക മണ്ഡലത്തിൽ വേണ്ടത്ര വികസനം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇടപെട്ടുകൊണ്ട് വടകരയുടെ സാധ്യതകൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ അതിൻ്റെ കൂടെ അണിനിരത്തുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്. മുൻപും നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ ആദരണീയരായ നേതാക്കന്മാരൊക്കെ മലപ്പുറത്ത് വിവിധ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്, മലപ്പുറത്തുണ്ട്. മലപ്പുറം മാറും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ വെക്കുന്ന പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാം
കേരള സർക്കാർ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പത്തനംതിട്ട ചെയ്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും അട്ടിമറിക്കുമെന്ന് തന്നെയാണ്. അട്ടിമറിച്ചിരിക്കും. ഇതൊരു ഗുസ്തി മത്സരമല്ല, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അത് ഇടതുപക്ഷത്തിൻ്റെ നന്മ നിറഞ്ഞ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇനി UDF-ലേക്ക് വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി ലീഗ് നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ നേതാക്കൾ പാണക്കാട്ടെത്തി സാദിഖ് അലി തങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതാക്കളും രംഗത്തെത്തി. 3ാം സീറ്റിന് പകരം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ MP എന്നിവർ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളെ ധരിപ്പിച്ചു. രാജ്യസഭാ സീറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ തങ്ങളും തൃപ്തനാണ് എന്നാണ് വിവരം. അന്തിമ തീരുമാനമെടുക്കാൻ നാളെ മുസ്ലിം ലീഗ് നേതൃയോഗം പാണക്കാട് ചേരും. UDF-ൽ ഒരു ധാരണ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആ പ്രപ്പോസൽ ഞങ്ങളിപ്പോൾ പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ആ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അടുത്ത് ക്ലിയറൻസ് വേണം, കോൺഗ്രസിന് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് വേണം. അതല്ലാതെ ഈ ഘട്ടത്തിൽ പറ്റൊന്നും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ MP മത്സരിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. നിലവിലെ മലപ്പുറം MP അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിൽ നിന്ന് മത്സരിപ്പിക്കണോ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. യൂത്ത് ലീഗിന് പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് സംസ്ഥാന നേതാക്കൾ സാദിഖ് അലി തങ്ങളുമായി ചർച്ച നടത്തി. എന്നാൽ ആരെ പരിഗണിക്കണമെന്നതിൽ സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനത്തിലെത്താനായില്ല. ചർച്ചയിൽ PK ഫിറോസിന്റെയും ഫൈസൽ ബാബുവിന്റെയും പേരുകൾ ഉയർന്നു. അന്തിമ തീരുമാനം ലീഗ് നേതൃത്വത്തിന് വിട്ടു. തുടർച്ചയായി നില മെച്ചപ്പെടുത്തിയിട്ടും മുന്നണിയിൽ ഈ പരിഗണന മതിയോ എന്ന് ലീഗ് തന്നെ ആലോചിക്കണമെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. 24 മലപ്പുറം. പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കേരളം ഉൾപ്പെടെയുള്ള ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അതേ പുരോഗതി കേരളത്തിന് ലഭിക്കാൻ കേന്ദ്രം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കോൺഗ്രസിന്റെ കുടുംബവാഴ്ച അനുകരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കുള്ള സംസ്ഥാന BJPയുടെ ഔദ്യോഗിക തുടക്കമായി സമ്മേളനം മാറി. 3ാം തവണയും പ്രധാനമന്ത്രി പദം ഉറപ്പിച്ച മട്ടിലായിരുന്നു നരേന്ദ്രമോദിയുടെ 39 മിനിറ്റ് നീണ്ട പ്രസംഗം. പ്രസംഗത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനും CPIM-നും നിശ്ചിത വിമർശനം. കേരളത്തിൽ ശത്രുക്കളായി അഭിനയിക്കുന്ന CPIM-ഉം കോൺഗ്രസും കേരളത്തിന് പുറത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണെന്ന് പ്രധാനമന്ത്രി. परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है. कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है. केरला में उनकी भी सरकार इसी मॉडल पे चल रही है. 2019-ൽ BJP-യിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ 2024-ൽ വിശ്വാസമായി മാറി. ഇത്തവണ BJP-യെ കേരളം പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുണ്ട്. കേരളത്തിന്റെ പ്രതീക്ഷകൾ സഫലീകരിക്കാൻ മോദി പ്രതിജ്ഞാബദ്ധനാണെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി. വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തോടും BJP വിവേചനം കാണിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി. BJP ने कभी केरला को या देश के और किसी राज्य को वोट के चश्मे से नहीं देखा है. PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ BJP ലയിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു. ശ്രീമാൻ PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള ജനപക്ഷം ഔപചാരികമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ലയിച്ചിരിക്കുകയാണ്. ശബരിമല ഉൾപ്പെടുന്ന പ്രദേശം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നും തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണമെന്നും PC ജോർജ്. നമ്മുടെ ശബരിമല, ആ ശബരിമലയിൽ വിശ്വാസം തകർക്കപ്പെടുന്ന സാഹചര്യം മേലിൽ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ആ ശബരിമല ഉൾപ്പെട്ട പ്രദേശം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പ്രവർത്തകരുടെ വൻ കരഘോഷത്തോടെ വേദിയിലേക്ക് എത്തിയ സുരേഷ് ഗോപിക്ക് സംസാരിക്കാൻ അവസരം നൽകാതിരുന്നത് കല്ലുകടിയായി. ഇക്കൊല്ലം ഇതാ 3ാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. കോൺഗ്രസിനെയും CPIM-നെയും അവർ നേതൃത്വം നൽകുന്ന മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ട് നരേന്ദ്രമോദി BJP-യുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്
തുടക്കം കുറിച്ചിരിക്കുന്നു. 370-ലധികം സീറ്റ് നേടുന്നതിനായി കേരളത്തിൽ നിന്നുള്ള പിന്തുണ അഭ്യർത്ഥിച്ചാണ് നരേന്ദ്രമോദി വേദി വിട്ടത്. മനീഷിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ക്രൂരതയ്ക്ക് ഇരട്ടി ശിക്ഷ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചവർക്ക് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചു. ശിക്ഷാ കാലാവധി കഴിയും വരെ പ്രതികൾക്ക് പരോൾ പോലും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കെ രമ MLA പ്രതികരിച്ചു. കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7ാം പ്രതിക്കുമാണ് ഇരട്ട ജീവപര്യന്തം. MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, KG ഷിനോജ് എന്നിവർ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണം. ശിക്ഷാ കാലാവധിയിൽ ഇളവോ പരോളോ പാടില്ല. 8ാം പ്രതി KC രാമചന്ദ്രൻ, 11ാം പ്രതി മനോജൻ എന്നിവരും ഇളവില്ലാതെ 20 വർഷം ശിക്ഷ അനുഭവിക്കണം. പ്രതികൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷാ കാലാവധി കൂടി ചേർത്താണിത്. വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയ KK കൃഷ്ണനും ജ്യോതിബാബുവിനും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കേസിലെ 6ാം പ്രതി S സിജിത്തിന് ജീവപര്യന്തവും 6 മാസം തടവും. പ്രതികൾ ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയ്ക്ക് 7.5 ലക്ഷം രൂപയും മകൻ അഭിനന്ദിന് 5 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും KK രമ. നല്ല വിധിയാണ്, സ്വാഗതം ചെയ്യാണ്. ചില പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന ചുമത്താത്ത ആളുകൾക്ക് കൂടി ഗൂഢാലോചന ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നല്ല ശിക്ഷാവിധിയാണ് കിട്ടിയത്. കുടുംബത്തിലെ സാഹചര്യവും ആരോഗ്യനിലയും പരിഗണിച്ച് ശിക്ഷാ ഇളവ് നൽകണമെന്ന പ്രതികളുടെ ആവശ്യവും കോടതി തള്ളി. പ്രാകൃതമായ കൊലപാതകമാണ് നടന്നതെന്ന് കോടതി വിലയിരുത്തി. 24 കൊച്ചി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്തിയതിലൂടെ CPIM-ന്റെ വാദങ്ങൾ പൊളിഞ്ഞെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗൂഢാലോചന കേസുകളിൽ വിശദമായ അന്വേഷണം വേണം. വ്യാജ പ്രചാരണം എന്തിനായിരുന്നുവെന്ന് CPM വ്യക്തമാക്കണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു. അതേസമയം കേസിൽ CPM-ന് പങ്കില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ ആവർത്തിച്ചു. നിരപരാധികളായ പാർട്ടി നേതാക്കളെ കേസിൽപ്പെടുത്തുകയായിരുന്നു. PK കുഞ്ഞനന്ദൻ ഒരാളെപ്പോലും വേദനിപ്പിക്കാത്തയാളാണ്. സഖാക്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. അതുമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് UDF ആ കൊലപാതകത്തിൽ പാർട്ടി സഖാക്കളെ, പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടുത്തി പാർട്ടിയെ അതിലേക്ക് വലിച്ചിഴച്ചു. അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നു. നിരപരാധികളായിട്ടുള്ള പാർട്ടി നേതാക്കളെയും CPM പ്രവർത്തകരെയും അനാവശ്യമായൊരു കേസിൽപ്പെടുത്തിയാൽ ആ കേസിൽ CPM ഇടപെടേണ്ടി വന്നു. അങ്ങനെ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാനുള്ള നിലപാട് അന്ന് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്. ആ കോടതി വിധി നല്ലവണ്ണം പഠിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. യഥാർത്ഥത്തിൽ ഈ വിധി നീതിയാണ്, ന്യായമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വിധിയിലൂടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നു. ഒന്ന്, അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് എന്നുള്ളത് ഹൈക്കോടതിയും ശരിവെച്ചു. രണ്ടാമത്തെ കാര്യം, ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് നിരപരാധികളെ കുറ്റക്കാരാക്കുകയാണ്, വ്യാജ തെളിവുകൾ ഉണ്ടാക്കി. ഇതൊക്കെയായിരുന്നു CPM അന്നത്തെ ഗവൺമെന്റിനെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ടും പറഞ്ഞ ആക്ഷേപങ്ങളും. അതെല്ലാം പൊളിഞ്ഞു. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം ഉടൻ വിജ്ഞാപനമിറക്കുമെന്ന് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് വിജ്ഞാപനമിറക്കാനാണ് നീക്കം. മാർച്ച് 2ാം വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം അടുത്തയാഴ്ച ഇറക്കാൻ നീക്കം നടക്കുന്നത്. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ കേന്ദ്രം സജ്ജമാക്കും. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്ന എതിർപ്പ് മറികടക്കാനാണ് പൗരത്വത്തിനുള്ള രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഓൺലൈൻ മുഖേനയാക്കുന്നത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് കുടിയേറിയ ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങളെയാണ് പൗരത്വത്തിന് പരിഗണിക്കുക. 2019 പാസാക്കിയ നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. പൗരത്വം നൽകുന്നതിനായി മതം പരിഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധങ്ങൾ. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.